വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിമിംഗ് ബോയ്സ് ഫൈവ്. അല്ല, മാർക്കോസ് പില്ലർ ഇന്നലെ മാറിപ്പോയി. ഗെയിമിംഗ് ബോയ്സ് ഫൈവ് പുറത്തിരിക്കുന്നത് ഞങ്ങളുടെ പണ്ടത്തെ ഒരു ചാനലാണ്. നമ്മളെ ബ്രോ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഫുൾ സപ്പോർട്ട് 100%. താങ്ക് യു ബ്രോ. ഫുട്ബോൾ വേൾഡ് എന്നാണ് ബ്രോയുടെ പേര്. പിന്നെ നമ്മൾ ജൂനിയർസിൽ എടുത്തിട്ടുണ്ട്. ഇതിരങ്ങോട്ടാണ് ഞാൻ ഒരു കളി ഏൽപ്പിച്ചിരുന്നത്. 6 ഗോൾ അടിച്ച കളിയിൽ നിന്ന് ചേർന്ന്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ റിസൾട്ട്. സനിയനാണ് പറഞ്ഞ നമ്മൾ പിന്നെ പാട്ട് ഓഫ് ആക്കിയിട്ടുണ്ട്. പാട്ട് ഓഫ് ചെയ്യുന്നത് കാരണം നമുക്ക് ഇന്നലെ കോപ്പി റൈറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. കോപ്പി റൈറ്റ് കളിക്കുന്ന നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയാൽ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാൻ പാടില്ല. എന്തായാലും നമ്മുടെ ഈ ഫുട്ബോൾ നമ്മുടെ റാങ്കിനൊപ്പം ഒപ്പോണൻസിനെ കൊണ്ടുതന്നെ നമുക്ക് ഇച്ചിരി എളുപ്പമുണ്ട്. നേരത്തെ ഞാൻ 2-ലൊക്കെ കളിക്കുമ്പോൾ 1-ൽ ഒപ്പോണൻസൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. കാഞ്ചി ഫോമാണ് അലിബാനെ അണ്ടേക്കിനെ പിടിച്ചൊരാൾക്ക് ഇമ്മീഷനെ ഞാൻ മാറ്റാനുള്ള കളിത്താണ്. ടോറസ് പോകുന്നുണ്ട്. സൂപ്പർ സബായിട്ട് നമുക്ക് പിന്നെ ഉപയോഗിക്കാം. പിന്നെ ന്യൂനസ് ഭയങ്കരമായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. കാരണം ഞാൻ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനിൽ കൗണ്ടർ ടാർഗറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ വാൻഡേക്ക് നോക്കാം. നമ്മൾ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇന്നലത്തെ പോലെ ലാഗ് ഉണ്ടാവാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഞാൻ അതിനായിട്ട് കുറേ കളി കളിച്ചു. അപ്പോഴും ലാഗൊന്നും ഇല്ലായിരുന്നു. നല്ല റെക്കോർഡാണ്. ഡേവിഡ് ഹേച്ച് സീനാണ്. സ്റ്റാർട്ട് അടിച്ചിട്ടുണ്ട്. ഫണ്ടുണ്ട്. ലാഗ് ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഓക്കെ. Hello everybody and welcome to today's match. England against Borussia Dortmund. നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കുക ഗൈസ്. ലാഗ് ഉണ്ടല്ലോ ഗൈസ്. നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റണമെന്ന് പറയാൻ പറ്റുള്ളൂ. ഒബീറ്റോടെ അത് പണ്ടത്തെ അതേ അവസ്ഥയാണ്. ഒബീറ്റോ ഗെയിമിൽ ലൈവ് ഇടൂ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. ഞാൻ ആ ലൈവ് ഫുൾ ഇരുന്നുണ്ടായിരുന്നു. ഇന്ന് വരുമെന്ന് പറയണ്ടായിരുന്നു. നോക്കിയിരിക്കാം. 12 മണിയൊക്കെ ആവും ലൈവ് ചെയ്യുമ്പോൾ. ഞാൻ കിടക്കുമ്പോൾ എന്തായാലും 1 മണിയാവും. അത് പറഞ്ഞാണ് ഗൈസ്. ഓക്കെ. എനിക്കാണെങ്കിൽ കമൻട്രി അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് കേൾക്കാണ്ട് കളിക്കാനാണെങ്കിൽ ഒരു മൂടില്ല. മനസ്സ് കുഴപ്പമില്ലാത്തുള്ളവരാണ്. നല്ല ഡിപ്പിങ് ഷോട്ടൊക്കെ സെറ്റാണ്. ഞാൻ പിന്നെ കഴിഞ്ഞ റൈറ്റിലിട്ട് കളിപ്പിച്ച നല്ലൊരു സേവാണ്. കളി തോറ്റൊന്നും വേണ്ട. ഇതാണ് അവസ്ഥ. ഇപ്പം ന്യൂനസ് കുത്തോ നോക്കാം. റൈസ് മാച്ച് എടുക്കുക. ദിവസം വേണ്ട, റൈസ് മാച്ച് എടുപ്പിക്കാം. റൈസ് നോക്കുന്നുണ്ട്. വളച്ചൊരെണ്ണം കൊടുക്കാം.
നിങ്ങളുടെ ഐഡിയ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. നമുക്ക് ഫ്രണ്ട്സൊക്കെ ആവാം, അതുകൊണ്ട് ഫ്രണ്ട്ലിയൊക്കെ കളിക്കാം. ഓൾറെഡി തീരുണ്ട്. പിന്നെ എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് ഉണ്ട്, അതിനകത്ത് അതിൻ്റെ വീഡിയോ ഇടണമെങ്കിൽ നിങ്ങൾ പറയാം. ഇന്ന് അതിനകത്തൊന്നും ഡിലേറ്റിന് എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആരെടുക്കണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓടിച്ചാൽ വലിയൊരു കൂടായിരുന്നു. വലിയവർക്കാൻ്റെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ മാത്രമാണ് ഇത്ര ലാഗ്, അല്ലാത്തപ്പോഴൊക്കെ സുഖമായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഈ വീഡിയോ എടുക്കുമ്പോൾ മാത്രം ഞാൻ ഒരു കളി മാത്രമേ 6 കളിയല്ല ചെയ്യുന്നത്, ഒരു കളി മാത്രമേ തോറ്റുള്ളൂ. അത് വീഡിയോ എടുത്തപ്പോൾ മാത്രമാണ്. ബാക്കി 4 കളി ജയിക്കുമ്പോൾ 1 കളി ഡ്രോ വരുന്നു. എന്തൊരടിയാണ് അടിച്ചവൻ. സ്റ്റാമിന കോയിച്ച് ഓണാക്കണം. ന്യൂനസ് ഇത്ര ഇറങ്ങാനുണ്ടോ എന്താണെന്നറിയില്ല. പുള്ളിക്കാരൻ ഗോൾ പോസ്റ്ററായിട്ട് ഫോക്സിൻ്റെ ഒരു പ്ലേ സ്റ്റൈലിൽ കളിക്കും. നല്ല ലാഗുണ്ട്, കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഇതൊക്കെ സഹിക്കുന്നവരെ സമ്മതിക്കണം. വൈഫൈ ഉണ്ട്, എന്നിട്ടും ഇങ്ങനെയാണെങ്കിൽ മൊബൈലിലേറ്റൊക്കെ കുറച്ച് കളിക്കാൻ ശ്രമിച്ചു കൊടുക്കണം. സിനിമ കാണുന്ന പോലെ ഉണ്ട്, പക്ഷേ എനിക്ക് കാണാനുള്ള രക്ഷപ്പെട്ട് പോകുന്നു. ഗെയിമിലടി ഇടയ്ക്ക് അനിയനൊക്കെ വന്ന് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾ സഹിക്കുക. പോകുന്നുണ്ട്. മാറ്റം Would the owner of a blue car parked outside the stadium gate kindly remove it as it is about to be towed away? മലയാളിയാണ് തോന്നണം. അതിന് പേര് ഞാൻ വോയിസ് ഒന്നും ഉണ്ടാക്കാം. കുറച്ച് ആപ്സൊക്കെ അൺഇൻസ്റ്റാൾ കളയണം, ഭയങ്കര ലാഗാണ് ശ്രമിക്കാനുള്ള. ഗൈസ് അത് ഓണാക്കിയിട്ടുണ്ട്. ഗൈസ് ലാഗണ്ട ഗൈസ്. ബോൾ ഇട്ടിട്ട് ഒബീജോക്കൊക്കെ ബോൾ പോകാനുള്ളത് സ്ലോനെസ് മാത്രമേ ഉള്ളൂ, ഇത് ബോൾ പോലും പോകാനുള്ള. അപ്പോൾ ഗൈസ് കുന്നിച്ചിനെ ബോൾ ഇട്ടിട്ടുണ്ട്, മര്യാദക്ക് പോയാൽ മതിയായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. അടിപൊളിയായി കളിക്കാം. ലാഗ് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇതൊന്നും ഒരു കാലത്തും കുറയാൻ പോകുന്നു ഗൈസ്.
വീട്ടിലുള്ള ഒച്ചപ്പാടൊക്കെയാണ്. ഇവിടെ പോയിട്ടുണ്ട്. ഓക്കെ, ഇതൊന്ന് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്ന് മിസ്സാണ് ഗൈസ്. നെറ്റിലൊന്നും പറയണ്ടല്ലോ, നെറ്റിപ്പോൾ ഒരുവിധം ശരിയായിട്ടുണ്ട്. കിതാനിയൊക്കെ ഒരു അണ്ടർ റേറ്റഡ് പ്ലെയറാണ്. പിന്നെ അലവാൻ എടുക്കണമെന്നുണ്ട്, നിങ്ങൾ എടുക്കണമെങ്കിൽ പറഞ്ഞാൽ മതി. 100 സബ്സ്ക്രൈബേഴ്സ് ആയ മറ്റേ സോളയുടെ ഒക്കെ പോകുമ്പോൾ ഒരു പെലയുടെ അക്കൗണ്ട് ഇല്ല, അത് ഗീവ് അവേ ഉണ്ട്. ഫസ്റ്റ് 100 സബ്സ്ക്രൈബ്. അപ്പോൾ അതിൻ്റെ അത്യാവശ്യം കളിക്കാനും അറിയാം. ആക്കിയിട്ടുണ്ട്. ബോളൊന്നും പോകണില്ല. നല്ലൊരു CMF ആണ്. ജെറാഡ് വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ആ ബൈക്കിൽ നിന്ന് ടൊട്ടീനെയും കഫോണിലാണ് കിട്ടിയ. ചവമ്മയൊക്കെ ഒരു അണ്ടർറേറ്റഡ് പ്ലെയറാണ് ഗൈസ്. അതിനകത്ത് വെട്ടിച്ച് പോകാമെന്നൊരു തലവേദന പിടിച്ച കേസാണ്. ഫുൾ ഇന്റർസെപ്ഷനാണ് ഗൈസ്. ആദ്യമേ ആ നെറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ ഗോള് കൺസീഡ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. കളി കണ്ടിട്ടുണ്ട് ഗൈസ്. അത് തോറ്റു. നാളെ മുതൽ രണ്ട് വീഡിയോ ഒക്കെ ഇടാൻ പ്ലാനുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ഒരു 50 വ്യൂസ് ഇട്ടാൽ നാളെ 2 വീഡിയോസ് വെച്ച് ഇടാം. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനാണ്. ശരി ഗൈസ്.